Hello guys, this is my driver. Next, Donapala. Donapala. Or next? Next, Donapala, Miramar. Old Goa. Augustine Tower, Mangeshi Temple. Okay. Yes, this is Tatakote Vlogs. ഗൈസ് എല്ലാരും എന്നെ നോക്കണേ അന്യഗ്രഹ ജീവിനെ പോലെ. ഗോവ മച്ചാൻ മുഖം മൂടി കഴിഞ്ഞു ഗൈസ്. അപ്പൊ ഗൈസ് അവിടെ കൊറേ കടകളൊക്കെ ഉണ്ട്. കടയിൽ നമ്മള് തൽക്കാലം ഒന്നും വാങ്ങില്ല. ജാതി കത്തിയായിരിക്കാം. നമുക്ക് പോകാൻ വരൂ വരൂ. തട്ടിക്കൂട്ട് വ്ളോഗ്സ് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇനി നേരെ കാറിലോട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞ് ഓൾഡ് ഗോവ ചർച്ചിലോട്ട് പോകും. ഇവിടെ ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട് കേട്ടോ. കാരണം അത്രയ്ക്ക് നല്ല വ്യൂ പോയിന്റ് ആയിട്ടുള്ള പ്ലേസ് ആണിത്. അതുകൊണ്ട് ഒരുപാട് വ്ളോഗേഴ്സ് വരും. ഇനി നമുക്ക് എന്താ പറയുക, ഇൻസ്റ്റാഗ്രാമിൽ ഇവിടെ നിന്നിട്ട് ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലിടാം. പിന്നെ നമുക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നല്ല വ്യൂ പോയിന്റ് ആയിരുന്നു അത്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ വിചാരിച്ച അത്ര തിരക്കൊന്നും ഉണ്ടായില്ല ഗോവയില്. പിന്നെന്താ നല്ല ഫോട്ടോ ഷൂട്ടിനുള്ള നല്ല പ്ലേസസ് ഇവിടെ ഉണ്ട്. പിന്നെ ഇത് മാത്രമല്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറെ ഫോട്ടോ ഷൂട്ടേഴ്സ് ഉണ്ട്. ഫോട്ടോ നമുക്ക് അവർക്ക് പൈസ കൊടുത്ത് അവർ നമുക്ക് എടുത്തു തരും. പിന്നെന്താ, കുറെ ഐസ്ക്രീം കടകളുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഒരു ഐസ്ക്രീം വേണം. നമുക്ക് നേരെ പോവാം. എന്തൊരു കഫേ കാണുന്നുണ്ട്. ഗോവത്തെ ചെറിയൊരു കഫേയാണ് ഗൈസ്. നല്ല തിരക്കൊക്കെ ഉണ്ട്. നല്ല ബർഗറിന്റെ മണമുണ്ട്. തട്ടിക്കൂട്ട് വ്ളോഗ്സ് ഗൈസ്. തട്ടിക്കൂട്ട് വ്ളോഗ്സ് ഗോവ മച്ചാനും കൂടി ഒരുമിച്ചൊരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇത് ബ്ലോഗ് ബാസ്റ്റർ ഗൈസ്. നിങ്ങള് ഗോവ വരാണ് മസ്റ്റ് ആയിട്ടും നിങ്ങള് എന്തായാലും സ്വന്തമായിട്ടൊരു വണ്ടി വേണം. ഇല്ലേ ഇതേപോലെ നടക്കേണ്ടി വരും. പോരാത്തതിന് പിന്നെ സൺഗ്ലാസ് ഒക്കെ വാങ്ങിക്കോ, ഇല്ല കണ്ണൊക്കെ അടിച്ചു പോവും. അത്ര വെയിലാണ് ഗൈസ്. അപ്പൊ നമുക്ക് നേരെ പോകാം. ഗോവ മച്ചാൻ നമ്മളിട്ട് കഷ്ടപ്പെടുത്തുകയാണ് ഗൈസ്. എന്താണ് ഗൈസ് ഗൈസ് അതിലേ ഗൈസ് നല്ല ചുട്ടു പൊള്ളുന്ന കമ്പി. അതിനകത്ത് എങ്ങനെ ചെന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ പാൻ്റ് അടക്കം കീറിപ്പോകും. അത്ര വെയിലാണ് ഗൈസ് ഇവിടെ ഉള്ളത്. നമുക്കിനി 1 കിലോമീറ്റർ നടക്കാനുണ്ട്. 1 കിലോമീറ്റർ ഒക്കെ ഞാൻ ജോഗിങ് ചെയ്യണ പോലെ നടന്ന് തീർക്കും. അതാണ് ഗൈസ് ആൽസ്റ്റൺ വ്ളോഗിന്റെ പവർ ഗൈസ്. അങ്ങോട്ട് നോക്കൂ ഗൈസ്, അവിടെ കണ്ടോ വലിയൊരു ഓഷൻ ഉണ്ട്. കണ്ടോ, എന്ത് രസാണല്ലേ കാണാൻ ഗൈസ്. അവിടത്തെ ഗൈസ് എന്തോ പൈരറ്റ് കപ്പൽ പോലത്തെ ഒരു കപ്പലിരിക്കുന്നു. അതെന്താണ് ഗൈസ്? ഗൈസ് നമുക്ക് ആ വ്യൂ പോയിന്റിലോട്ട് എന്തായാലും പോകണം. അതുകൊണ്ട് തന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നുണ്ട് അവിടെ. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് അതിലെ മേലോട്ട് വ്യൂ ഗൈസ് ഡോണാപോളയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഡോണാപോള. ഞാൻ ഗൈസ് അത് തന്നെ ഗൈസ്. ഞാൻ കണ്ണാടിയൊക്കെ വെച്ച് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് മേലെ കയറാം ഗൈസ്. നല്ല വ്യൂ ഒക്കെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. ഗൈസ് അവിടെ വാച്ച് സ്ലിപ്പറി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ വലിയ സ്ലിപ്പറി ഒന്നും ഇല്ല ഗൈസ്. ആളെ പറ്റിക്കാൻ ഓരോന്ന് എഴുതി വെച്ചേക്കാം. വരാം ഗൈസ്. തട്ടിക്കൂട്ട് വ്ളോഗ്സും നമ്മുടെ ഗോവ മച്ചാനും പോകുന്നു. നമുക്ക് ഗൈസ് പിന്നാലെ പോകാം. അപ്പോ ഗൈസ് ഇതാണ് ഗൈസ്. എന്തൊരു 18ാം പടിയാ. ഇതേപോലത്തെ പടികളാണ് ഗൈസ് ഇവിടെ. ഗൈസ് വേഗം വരൂ ക്യാമറമാൻ. നമ്മുടെ ക്യാമറമാൻ പിന്നാലെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് മേലോട്ട് കയറാം ഗൈസ്. ക്യാമറ
ഗൈസ് ക്യാമറമാന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ക്യാമറമാന് ഓടണല്ലോ, എന്റെ ഫ്രണ്ടിലെത്തണല്ലോ. എനിക്കാകുമ്പോ പയ്യാടുന്ന ഗൈസ് നമ്മള് ഗൈസ് മേലാണ് ഗൈസ്. ഗൈസ് മേലെ പോവാം. ഈ പടി ക്യാമറമാൻ ദേ ഗൈസ് കഷ്ടപ്പെടുന്നു. നിങ്ങൾക്ക് ക്യാമറമാന്റെ കഷ്ടപ്പെടാൻ ഒരു ലൈക്ക് കൊടുക്കാം. വേഗം വരൂ ഗൈസ്, നമുക്കപ്പോ വേഗം കേറാം. ഭയങ്കര വെയില് ഗൈസ്. ഗൈസ് വേഗം ഗൈസ് വേഗം കേറാം ഗൈസ്. ഇതേ ഗൈസ് വ്യൂ പോയിന്റിന്റെ സ്ഥലത്തെത്തി. വരൂ ക്യാമറമാൻ. ഗൈസ് ഇവിടെ നിന്നുള്ള വ്യൂ നോക്കൂ ഗൈസ്. ക്യാമറമാൻ കാട്ടിക്കൊടുക്കൂ വ്യൂ. ക്യാമറമാൻ ഈ വ്യൂവിനെ പറ്റി എന്താ പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നും പറയില്ല. നമ്മൾ എത്ര എക്സ്പെക്ട് ചെയ്ത് അത്ര ഒന്നും ഇല്ല. പ്രത്യേകിച്ച് സാധാ കടല് കാണുന്ന മാതിരി തന്നെ ഉള്ളു. അതെ ഗൈസ്, ക്യാമറമാൻ പണ്ട് നെഗറ്റീവാണ്. പിന്നെ അതെ ഗൈസ് അവിടെ നോക്കൂ, ഒരു പൈരറ്റ് കപ്പലോ എന്തൊരു സാധനം എന്താണോ എന്തോ, എനിക്കിത് കണ്ടിട്ട് ഗൈസ് എന്തൊരു ഗൈസ് World War II അതെ മുങ്ങിയ കപ്പലൊക്കെ ഗൈസ് പോകുന്നു. മുങ്ങിയ കപ്പൽ തന്നെയാണ് ഗൈസ്. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോ ഇങ്ങനെ ചുറ്റുവട്ടം ഇങ്ങനെ നടക്കാം, അത്രേ ഉള്ളൂ. പിന്നെ വലിയ കാര്യായിട്ടൊന്നുമില്ല. പിന്നെ ഇവിടെ നിന്ന് നോക്കാണ് നമുക്ക് വേറൊരു വ്യൂ കാണാം. ഗൈസ് ഗൈസ് അത് എന്ത് ബോഗൻവില്ല വിത്ത് ഓഷൻ വിത്ത് സ്റ്റാച്യൂസ് വിത്ത് ദാറ്റ് ഗൈസ്. അവിടെ രണ്ടാൾക്കാര് 3 പേരിരിക്കുന്നുണ്ട. വിത്ത് ദാറ്റ് 3 people. ഓ ഏതാ കോംബോലെ ഗൈസ്. പിന്നെ ഗൈസ് അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സിറ്റി കാണാം. സിറ്റി ഗൈസ് അവിടെ നോക്കിയാ എന്തൊരു ഒരു പാലം പോലെ ഉണ്ട് ഗൈസ്. അവിടെ എന്താന്നറിയില്ല, പാലം തന്നെ ആയിരിക്കും. വരൂ ഗൈസ് കാറ്റാടി. ഗൈസ് മറ്റേ സർഫിംഗ് ബോർഡ് പോലത്തെ സാധനം ഇല്ലേ വെള്ളത്തില് ഇങ്ങനെ ഇങ്ങനെ പോണത്, ആ സാധനം തന്നെ ഗൈസ്. എന്ത് ചെയ്യാൻ, ഫേമസ് ആയില്ലേ ഗൈസ്. നമ്മുടെ ക്യാമറമാനെ തള്ളിയിട്ട കുപ്പി ഗൈസ്. മാലിനൊക്കെ നിലത്താണ് ഗൈസ് വലിച്ചെറിയുന്നത്. ഏതാ ഒരാളും നന്മ ചെയ്യത്തില്ല ഗൈസ്. എന്ത് ചെയ്യാൻ, നമ്മളൊക്കെയാ നന്മ ചെയ്യത്തുള്ളൂ ഗൈസ്. ഇങ്ങോട്ട് വരൂ ഗൈസ്, ഇവിടെ നമുക്ക് കാണാം. ഇവിടെ ആകുമ്പോ ഒരു കല്ലുണ്ട്, കല്ലിന് മേലെ വെള്ളം ഇരിക്കുന്നുണ്ട്. അത് കാണാമല്ലോ. വരൂ ക്യാമറമാൻ, വ്യൂ കാട്ടി കൊടുക്കൂ ഗൈസ്. ഇത് കണ്ടോ ഗൈസ്, അവിടെ ഒരു ടണൽ പോലത്തെ സാധനം. എന്താണ് ക്യാമറമാൻ അത് കണ്ടിട്ട് എന്തായിട്ടാ തോന്നുന്നേ, പറയൂ. കുതിരാന്റെ പുതിയ പാലം പണിയണ മാതിരി ഉണ്ട് കാണാൻ. അതെ ഗൈസ്, കുതിരാന്റെ പുതിയ പാലം. തുരങ്കം തന്നെ. പിന്നെ ഗൈസ് ഈ ഓഷൻ വലിയ ഓഷനാട്ടോ. തട്ടിക്കൂട്ട് വ്ളോഗ്സ്. തട്ടിക്കൂട്ട് വ്ളോഗ്സിന് ഈ ഒരു വ്യൂ കണ്ടിട്ട് എന്താ പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഗൈസ് എന്തുറ്റോ ഡോൾഫിൻ ആണെന്ന് തോന്നുന്നു ഗൈസ്. എന്തൊരു ചാടി, എനിക്കതാന്ന് തോന്നുന്നത്. വരൂ ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്കെന്നാ ഇറങ്ങാം. നട്ടപ്പൊരു വെയിലാണ് ഗൈസ് ഇവിടെ. ഗൈസ് നൈറ്റ് വരാൻ പറ്റുമെങ്കിൽ ഇച്ചിരി പിന്നെ സൺസെറ്റിനൊക്കെ വരണം ഇവിടെ. അമ്മയും പങ്കളും ഇതാണ് ഐഫോൺ ഗൈസ്. ഐഫോൺ 40 ഗൈസ് മിനിഞ്ഞാന്ന് വാങ്ങിയുള്ളൂ. പക്ഷെ കാണിക്കണ കണ്ടാ തോന്നും ഇപ്പൊ എന്നെ ഷോറൂമിൽ ഇറക്കി കൊണ്ടുവന്നാണ്.
അതാണ് ഗൈസ്, അതാണ് തട്ടിക്കൂട്ട് വ്ളോഗ്സിന്റെ ചേച്ചിയുടെ കഴിവ്. നമുക്കപ്പൊ നിലത്തോട്ട് ഇറങ്ങാം. ഇനി വീണ്ടും നമ്മൾ ഈ 18ാം പടി കയറി ഇറങ്ങണം. ഗൈസ്, ക്യാമറാമാൻ നമ്മുടെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളെ വ്ളോഗിന് വേണ്ടി. ക്യാമറാമാന് ഗൈസ് വൻ പോരാളിയാണ് ഗൈസ് നമ്മുടെ ക്യാമറാമാൻ. കണ്ടോ ഗൈസ്? ഗൈസ് 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 ക്യാമറാമാൻ ഇതാ തട്ടിക്കൂട്ട് വ്ളോഗ്സിന്റെ അമ്മേനെയും പെങ്ങളിനെയും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു. പിന്നെ തട്ടിക്കൂട്ട് വ്ളോഗ്സ് ഗായ്സ്, ഇവിടെ വന്നപ്പോ എന്താ പറയാ, എല്ലാവരും ആൽസ്റ്റന്റെ അടുത്ത് വന്ന് വ്ളോഗർ ആണോ എന്ന് ചോദിക്കുകയാണ്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു വ്ളോഗറാണ് ഇപ്പോ ആൽസ്റ്റൻ ഉണ്ട്. അപ്പോൾ എല്ലാവരും ആൽസ്റ്റന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ. യെസ്, അപ്പൊ ഞാൻ ഇനി ആൽസ്റ്റനിൽ കൊടുക്കാം. ഗൈസ്, എന്ത് ചെയ്യാൻ, എന്നെ പറ്റി എല്ലാരും പൊക്കി പറയണ ഗൈസ്. എന്ത് ചെയ്യാൻ, ഇത്ര വലുതായി പോയില്ലേ. ഗൈസ് വേഗം വരും ഗൈസ്. തട്ടിക്കൂട്ട് വ്ളോഗ്സ് ആൻഡ് ഗോവ മച്ചാൻ. ഗൈസ് കുഞ്ഞേ പന. ഗോവ മച്ചാന് ഭയങ്കര കഴിവാണ്. എല്ലാതും അറിയാം, മനപ്പാടാണ് നമ്മുടെ ഗോവ മച്ചാന്. ഗൈസ് അതുകൊണ്ടാണ് ഗൈസ് ഗോവ മച്ചാന്ന് പേരിട്ടേക്കണത്. ഏതാണല്ലേ ഗൈസ്? തട്ടിക്കൂട്ട് വ്ളോഗ്സ് വ്ളോഗ് എടുക്കുന്നുണ്ട്. തട്ടിക്കൂട്ട് വ്ളോഗ് ഗൈസ്. അതാണ് ഗൈസ് തട്ടിക്കൂട്ട് വ്ളോഗ്സിന്റെ പവർ. അതെ ഗൈസ്, തട്ടിക്കൂട്ട് വ്ളോഗ്സിന് വ്ളോഗ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നാണാണ് പുള്ളിക്കാരത്തേക്ക്. ഗൈസ്, തട്ടിക്കൂട്ട് വ്ളോഗ്സിന് പ്രത്യേകതയുണ്ട്. ആൾക്കാർ കൂടി നിക്കണ സ്ഥലത്ത് നല്ല ഒച്ചയില് ഹലോ ഗൈസ് എന്ന് പറയും. പക്ഷെ ആളില്ലാത്ത സ്ഥലത്ത് ഹലോ ഗൈസ് എന്നാണ് ഗൈസ് പറയുക. അതാണ് തട്ടിക്കൂട്ട് വ്ളോഗ്സിന്റെ പവർ ഗൈസ്. അപ്പൊ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. നമ്മൾ അതിവിജയകരമായിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് കാറിലോട്ട് കയറണം. കാറിലോട്ട് ഇപ്പോൾ എവിടെ കാർന്ന് എനിക്കറിയില്ല. നമ്മുടെ ഗോവ മച്ചാനാണ് അറിയുക. ഗോവ മച്ചാൻ എവിടെയാണ് കാർ നമ്മൾ ഇനി ഒരു കിലോമീറ്റർ നടക്കണം. ഗൈസ് പൊളിച്ചിണ്ട് ഗൈസ്. ഇനി നമ്മൾ നടക്കണം. വരൂ, നമുക്ക് നടന്നിട്ടുള്ള വ്ളോഗ് എടുക്കാം. ഗൈസ് ഇന്നലെ രാത്രി മണലിലൂടെ രാത്രി 12:30 നടത്തിച്ചു ഗോവ മച്ചാൻ. ഇന്ന് രാവിലെ ഉച്ചക്ക് നട്ടപ്പിരിവേൽക്ക് റൂട്ട് നടത്തിക്കുന്നു ഗൈസ്. എന്താണ് ഗൈസ്, നമുക്കൊരു റെസ്റ്റ് ഇല്ല ഗൈസ്. അപ്പൊ ഗൈസ് ഗൈസ് ഇവിടെ നല്ല മരത്തണലുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതിലൊക്കെ നടക്കുമ്പോ ഒരു പ്രത്യേക സുഖാണ്. ഓക്കെ സ്റ്റോപ്പ് എടുത്താ. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് നാരങ്ങളൊക്കെ കുടിച്ചു. നാരങ്ങളം ഉഗ്രൻ ടേസ്റ്റ് ഗൈസ്. അതുകൊണ്ട് നമ്മള് ബാക്കി വരുന്നത് കുപ്പിയിലാക്കിയിട്ടുണ്ട് ഗൈസ്. കാരണം അത്രയും ടേസ്റ്റ് ആണ്. തട്ടിക്കൂട്ട് വ്ളോഗ്സിന് നാണം ഗൈസ്, നാണം. അങ്ങനെ നമ്മള് വ്യൂ പോയിന്റിലോട്ട് പോവാണ് ഗൈസ്. വരൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കോ എന്തിനാണ് ഗോവയിൽ വന്നത്, എന്നാണ് ആയിഷ ടൂറിന് വന്നാണ്, എവിടെയൊക്കെ പോയി, കുറെ ചോദ്യങ്ങളുണ്ടാവും. ഞങ്ങൾ ആക്ച്വലി ഒരു ഫാമിലി പാക്കേജിലാണ് വന്നത് ഇങ്ങോട്ട്. പിന്നെ നമ്മള് ബീച്ച്, ഞാൻ ഉദ്ദേശിച്ച ഗോവ ഇതൊന്നുമല്ല ഗൈസ്. നമ്മളെ ഉദ്ദേശിച്ച ഗോവ ഏതാ? നമ്മൾ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ വലിയൊരു ലക്ഷറിയസ് വലിയ കസാരൊക്കെ ഇട്ട് ഫ്രീ ആയിട്ടുള്ള കസാര ഇരിക്കാൻ. പക്ഷെ നമ്മള് ഇന്നലെ ഗോവയിൽ പോയിട്ട് ഒരു കസാരയില്ല. ഞങ്ങള് അരമണിക്കൂർ ആ കസാരയിലിരുന്നു. പക്ഷെ എന്റെ തട്ടിക്കൂട്ട് വ്ളോഗ്സ് ഓളിട്ട് വന്നത് കൊണ്ട് അതിന്റെ കടയത്തെ ചേട്ടൻ എണീറ്റിട്ട് കിടക്കണേ പൈസ വേണം.
ഒറ്റയ്ക്കുള്ള വ്ലോഗ് വീഡിയോ നമ്മളിപ്പോ കാണുന്നത്. എവിടെ അവിടെ പോകും. എന്താ ഗൈസ് എന്താ ഗൈസ് തട്ടിക്കൂട്ട് വ്ളോഗ്സ് ഗൈസ് തട്ടിക്കൂട്ട് വ്ളോഗ്സ് വരുന്നു. തട്ടിക്കൂട്ട് വ്ളോഗ്സ് വീഡിയോസ് ഒക്കെ എടുക്കും. ഗൈസ് നമുക്കപ്പോ തട്ടിക്കൂട്ട് വ്ളോഗ്സിന്റെ അടുത്തോട്ട് പോവാം. വരൂ 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 ക്യാമറമാൻ, കമോൺ ഗൈസ്. തട്ടിക്കൂട്ട് വ്ളോഗ്സ് ഓടുന്നു ഗൈസ്. കം കം കം, വേഗം പിടിക്കണം. വലിയ യൂട്യൂബർ ആണ്. തിരക്ക് കൂടുന്നേക്കാൾ മുമ്പ് വേഗം പോവാം ഗൈസ്. നമ്മളിപ്പോ കാണുന്ന ആൽസ്റ്റം വ്ളോഗിങ് ആണ്. ആൽസ്റ്റം വ്ളോഗ് എല്ലാവരും ആൽസ്റ്റം വ്ളോഗ് എന്ന് പറഞ്ഞ വ്ളോഗറിനെ ഇവിടെ തന്നെ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ചെയ്യാം. ആൽഷ പറഞ്ഞു കൊടുക്കൂ, സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യൂ പ്ലീസ്. പറയടാ. അടുത്തത് പേരെന്തിട്ടാണ് താങ്കളുടെ? തട്ടിക്കൂട്ട് വ്ളോഗ്സ്. നോ 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 നോ. ഒന്നുകൂടി പറയാം. ഏഞ്ചൽ റോസ് വ്ളോഗ്സ്. ഇൻട്രൊഡ്യൂസ് ചെയ്യൂ, സ്വയം എന്തോ പുള്ളിക്കാരത്തി വലിയൊരു യൂട്യൂബർ ആവണം എന്നാണ് ആഗ്രഹം. അതുകൊണ്ട് ഡെയിലി വെറുപ്പിച്ചോണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് അവളുടെ തട്ടിക്കൂട്ട് വ്ളോഗ്സ് എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും അവളുടെ വെറുപ്പിക്കല്. ഗോവ വരുന്നത്, ഗോവയിൽ തിന്നണത്, ഇതൊക്കെയാണ് അവളുടെ മെയിൻ പരിപാടി. പിന്നെ പിന്നെ മുഖത്ത് എപ്പോഴും നല്ലോണം ബ്ലഷ് ഇടും. ആ പക്ഷെ ഒരു പ്രത്യേക മേക്കപ്പ് ടിപ്സ് ഉണ്ട്. പക്ഷെ ആ മേക്കപ്പിന്റെ പേര് പറഞ്ഞു കൊടുക്കട്ടെ? ഏഞ്ചൽ ഫാഷൻ എന്നാണ് അതിന്റെ പേര്. നമ്മൾ ആദ്യം പുട്ടി എടുക്കുക, ഓവറാക്കി മുഖത്ത് ഇടുക, ദെൻ ലിപ്സ്റ്റിക് ഇടുക, കവിളിൽ വയറ് തേക്കുക, ദെൻ മൂക്കിലും കുറച്ച് തേക്കുക, ദെൻ പല്ലിലും കുറച്ച് തേക്കുക, പിന്നെ ചുണ്ടില് ഒരു തൊട്ടാ മതി, അത്രേ ഉള്ളു. പല്ല് നിറച്ചും തേക്കണം നമ്മള്, ബ്രഷ് തേക്കണ പോലെ. അങ്ങനെ തേച്ച് കഴിഞ്ഞാൽ ഫൈനൽ ലുക്ക് കിട്ടുന്നതായിരിക്കും ഏഞ്ചൽ ഫാഷൻ. പിന്നെ കാണുന്ന പോലെ ഒന്നല്ല, ആള് ടെററിസ്റ്റ് ആണ്. കാലും ഇന്നലെ കടിച്ചിട്ട് കണ്ടോ, എന്റെ കാല് ഇവിടെയാണ് ഗൈസ് കടിച്ചേക്കുന്നത്. ജാതി കടിയാണ് ആള്. ഹലോ. പിന്നെ ആളുടെ സ്വഭാവത്തിനെ കുറിച്ച് പറയുകയാണ്. ഇതാണ് നമ്മളുടെ ഒരു മോട്ടിവേഷൻ കാണാൻ കുഞ്ഞിക്കുള്ളത്. കുഞ്ഞിക്കുള്ള മോട്ടിവേഷൻ ആണ് യൂട്യൂബിന്റെ. എനിക്ക് വലിയൊരു യൂട്യൂബർ ആവണം എന്നാണ് ആഗ്രഹം. ഗൈസ് നമ്മള് ഈ കുറച്ചു ദിവസം മുമ്പ് ഹൈലൈറ്റ് മാളിൽ പോയിണ്ടായി. ഓട്ടോറിക്ഷ നടു റൂട്ടിൽ വെച്ച് വിളി, ഹലോ ഗൈസ്, ഇവിടെ ഒരു കാറില് ഒരു തുള്ളി വെച്ച പുറത്തോട്ടേക്കില്ല. അപ്പൊ അവള് പറയുന്നത് ഗൈസ്, അതാണ് അവളുടെ പ്രത്യേകത. അതുകൊണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് തട്ടിക്കൂട്ട് വ്ളോഗ്സ്. പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറച്ച് കുറവായിരിക്കും, നിങ്ങൾ വേണം സപ്പോർട്ട് ചെയ്യാൻ. പിന്നെ ഇവൾക്ക് പകരം ഇവളുടെ ചേച്ചിയാണ് സംസാരിക്കുക. ചേച്ചുവിനെ പറയണ്ട, ചേച്ചുവിനെ വേറെ ചേച്ചി തട്ടിക്കൂട്ട് വ്ളോഗ്സ്. ചേച്ചി തട്ടിക്കൂട്ട് വ്ളോഗ്സിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? വളരെ നല്ല അഭിപ്രായം. പറഞ്ഞോളൂ, ഏഞ്ചൽ റോസ് വ്ളോഗ്സിനെ കുറിച്ച് പറയൂ. വളരെ നല്ല അഭിപ്രായം. വീഡിയോ എടുത്ത് മരിക്കുകയാണ് ഇവള്. ഗൈസ്, ഇവളിരുന്ന് പറയുന്ന കേട്ടാ തോന്നുന്നു ഇവള് വലിയ ക്യൂട്ട്നെസ് വാരിമെഴുകണ ആളാന്ന്. അങ്ങനെയുള്ള വർത്താനം. അല്ലോ സോറി, തട്ടിക്കൂട്ട് വ്ളോഗ്സ് പ്ലീസ് എന്തെങ്കിലും പറയൂ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. പ്ലീസ് എന്തെങ്കിലും ഒന്ന് പറയൂ.
എന്താ പറയാ എന്തൊക്കെ പറഞ്ഞോളൂ. എല്ലാവരും ഇവളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്. ഗൈസ് നമ്മളെ വെറുപ്പിക്കുന്നു ഗൈസ്. ഞാൻ ഈ തട്ടിക്കൂട്ട് വ്ളോഗ്സിന്റെ അടുത്ത് നോക്കിയപ്പോ അതിന്റെ അടയിൽ ഏതൊരാൾ കീറി വന്നിരിക്കുന്നു. ഏയ് 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 വാൽമക്രി, ഏയ് ഇങ്ങോട്ടോക്കൂ, ഇങ്ങോട്ടോക്കൂ ഗൈസ്. ഓക്കെ, എന്നാ നിക്ക്. തട്ടിക്കൂട്ട് വ്ളോഗ്സിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? തട്ടിക്കൂട്ട് വ്ളോഗ്സ്, തട്ടിക്കൂട്ട് വ്ളോഗ്സ്, തട്ടിക്കൂട്ട് വ്ളോഗ്സ്, തട്ടിക്കൂട്ട് വ്ളോഗ്സ് എല്ലാം പറയൂ ഗൈസ്. തട്ടിക്കൂട്ട് വ്ളോഗ്സിന്റെ നാണമാണ് ഗൈസ്. തട്ടിക്കൂട്ട് വ്ളോഗ്സ് എന്തെങ്കിലും ഒന്ന് പറയും, നമ്മുടെ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി. അപ്പൊ ഈ ഫോണും പൊക്കി പിടിച്ചാടുന്ന ഗൈസ് ആള്. ഗൈസ് എന്റെ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളാണ് എനിക്ക് സബ്സ്ക്രൈബ് കൂട്ടി തരേണ്ടത്. ലോഗോ ഒക്കെ ഇതാട്ടോ, ലോഗോ ഒക്കെ നമ്മൾ മാറ്റാൻ പോവാണ് guys. ഇത് മാറ്റി കൂട്ടോ ഇപ്പൊ. ലോഗോ മാറ്റാം. നമ്മളിപ്പോ ഓൾഡ് ഗോവ ചർച്ചിന്റെ അടുത്തേക്കാണ് വരാൻ പോയത്. പക്ഷെ ഇപ്പൊ ഏതൊരു ബോണാട്ടയില് ഏതൊരു വ്യൂ പോയിന്റിലേക്കാണ് നമ്മളിപ്പോ പോയോണ്ടിരിക്കുന്നത്. നേരെ നമ്മള് എത്താറായി ഗൈസ്, നമ്മൾ എത്താറായിട്ടുണ്ട്. we were done. ഗൈസ് നമ്മുടെ തട്ടിക്കൂട്ട് വ്ളോഗ്സിന് 6 സബ്സ്ക്രൈബേഴ്സ്, 6 സബ്സ്ക്രൈബേഴ്സ്. പക്ഷെ ഏതെങ്കിലും 6 പേരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിച്ചതല്ല തട്ടിക്കൂട്ട് വ്ളോഗ്സ്. ആ സബ്സ്ക്രൈബ് 6 പേരും വലിയ വ്ളോഗേഴ്സ് ആയിരുന്നു. അതാണ് തട്ടിക്കൂട്ട് വ്ളോഗ്സിന്റെ പവർ. തട്ടിക്കൂട്ട് വ്ളോഗ്സ് ഗൈസ്, തട്ടിക്കൂട്ട് വ്ളോഗ് എടുക്കല് തുടങ്ങി guys. തട്ടിക്കൂട്ട് വ്ളോഗ്സ് എല്ലാം പറയൂ ഗൈസ്. തട്ടിക്കൂട്ട് വ്ളോഗ്സിന് നാണം ഗൈസ്. അപ്പോ അവരുടെ ചേഷ്ടൻ എന്താ പറയാനുള്ളേ എന്ന് നമുക്ക് കേക്കാം. ചേട്ടന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഗൈസ്, ചേട്ടൻ ആക്ച്വലി ക്യാമറാമാൻ ആണ്, അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ചേഷ്ടനെ കാണുന്ന ആഗ്രഹമൊക്കെ ഉണ്ടാവും, പക്ഷെ എന്ത് ചെയ്യാൻ, പുള്ളിക്കാരൻ അൺഫോർച്ചുനേറ്റ്ലി ക്യാമറാമാൻ ആയിക്കൊണ്ട് പുള്ളിക്കാരൻ അതാ ഇഷ്ടം. നമ്മള് വേദിയിലോട്ട് വിളിച്ചിട്ട് വരുന്നില്ല അല്ല തട്ടിക്കൂട്ട് വ്ളോഗ്സ്. പിന്നെ എന്റെ ഫ്രണ്ടും കൂടി ഇടയ്ക്ക് ഒന്ന് സബ്സ്ക്രൈബ് ഇട്ടോളാം. പേര് ആൽസ്റ്റം വ്ളോഗ് അടിച്ചു കൊടുത്ത് ഫസ്റ്റ്. ഗൈസ് വ്യൂ പോയിന്റ് ഏകദേശം എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണം കാണാം. ഒരു പുഴയാണോ കടലാണോ ഡാമാണോ എന്താന്ന് നമുക്ക് മനസ്സിലാകുന്നത്. നമ്മുടെ സ്ഥലത്ത് ഗൈസ് ഇവിടെ കൊറേ തൊപ്പിയൊക്കെ വിൽക്കണ കടകളുണ്ട്. പക്ഷെ ഞാനാകെ ഒരു കടയോ കണ്ടുള്ളൂ. തരൂ ക്യാമറ ഒന്നുകൂടി. ഓക്കെ കം. അപ്പൊ ഗൈസ് നമ്മള് എത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഏകദേശം ഒരു നിഗമനം. ഗൈസ് അവിടത്തെ ഗൈസ് 1500 രൂപയ്ക്ക് എന്തൊക്കെ ഉണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് നേരെ മെയിൻ സ്ഥലത്തോട്ട് പോവാം. തട്ടിക്കൂട്ട് വ്ളോഗ്സ് അവിടെ തട്ടിക്കൂട്ടായിട്ടുള്ള ഒരു വീഡിയോസ് എടുക്കുകയാണ് ഗൈസ്. അപ്പൊ നമുക്ക് വേഗം പോവാം ഗൈസ്. കൊറേ നല്ല വെയിലാണ് കേട്ടോ. ആക്ച്വലി ഗോവയില് വരാണ് നിങ്ങള് 2 വ്യക്തി സൺസ്ക്രീം ഒക്കെ എടുത്തിട്ട് വരണം, ഇല്ലേ മുഖം കറുത്ത് കരിവാളിച്ചു പോകും ഗൈസ്. എന്നാ ഗൈസ് ഗൈസ് ഈ യൂട്യൂബർ ഇസ് വെരി റിച്ച് ഗൈസ്. ഗൈസ് ഗോവ മച്ചാന്നൊക്കെ നിങ്ങള് പുച്ഛിക്കും, പക്ഷെ 4.4K വ്യൂവേഴ്സ് ഉള്ള ആളാ. ഗൈസ് എന്തൊറ്റോ ഒരു കട എന്തായിരുന്നു അറിയില്ല. നമുക്കൊന്ന് സാധനമൊക്കെ ഇറക്കുന്നുണ്ട് ഗൈസ്. നമ്മള് എന്തെങ്കിലും കുടിക്കാൻ വെള്ളം വേണ്ടെന്നാ ഗൈസ്. അപ്പൊ നമ്മള് ടയേർഡ് ആയോണ്ട് എന്തെങ്കിലും കുടിക്കാൻ വേണ്ടി കയറിയതാണ്.
പിന്നെ ഗൈസ് അങ്ങോട്ട് കാട്ടിക്കൂടി ഗൈസ്. കണ്ടോ ഗൈസ്, കുറെ കടകളുണ്ട് അവിടെ. പിന്നെ നമ്മുടെ ജ്യേഷ്ഠ ക്യാമറ എനിക്ക് നാരങ്ങളും ഗൈസ്. അപ്പൊ ഗൈസ് തട്ടിക്കൂട്ട് വ്ളോഗ്സ് അവിടെ. അപ്പോൾ നിങ്ങൾക്ക് സോറി, നിങ്ങൾ ആരെങ്കിലും ഗോവയിൽ വന്നിട്ട് നാരങ്ങളും കുടിക്കണവർ കണ്ടിട്ടുണ്ടാവും. കാരണം എല്ലാരും അതാണ്. ഞാൻ അങ്ങനെയല്ല. ഞാൻ കുടിക്കണ രീതി ഒരു പ്രത്യേകമായിരിക്കും. ഗൈസ് ഇവിടെ പല തരത്തിലാണ് നാരങ്ങള. സോഡ മറ്റേത് മറിച്ചത്, പിന്നെ കൊറേ രീതിയിലുണ്ട്. തട്ടിക്കൂട്ട് വ്ളോഗ്സ് ഇടയ്ക്ക് വ്ളോഗ് എടുക്കുന്നുണ്ട്. ഹലോ തട്ടിക്കൂട്ട് വ്ളോഗ്സ്, ഹായ് ഗൈസ്. തട്ടിക്കൂട്ട് വ്ളോഗ്സിന്റെ ചാനലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഗൈസ് ഇവിടെ ഭയങ്കര ചൂടായോണ്ട് കാറിൽ AC ഇല്ല പറ്റൊന്നുമില്ല ഗൈസ്. കാരണം ഞാൻ റോയൽ ഫാമിലിയിൽ നിന്നാണ് വന്നേ. പിന്നെ ഗൈസ് അത്ര പറയുള്ളൂ. പിന്നെ എനിക്ക് പറയാൻ കിട്ടുന്നില്ല, കാരണം നമ്മൾ വ്യൂ പോയിന്റിൽ എത്തിയിട്ടില്ലല്ലോ. വ്യൂ പോയിന്റിൽ എത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ വലിച്ചു കയറി പറയായിരുന്നു. ഗൈസ് നമ്മളെ കണ്ടിട്ടാരും എങ്ങനെയൊക്കെയോ നോക്കിക്കൊണ്ട് പോകണം. ഗൈസ് ഈ സാധനം എന്റെ ഷർട്ടിൽ കേറുന്നില്ല. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ ഇങ്ങനെ പിടിക്കുന്നത്. ഞാൻ ഇപ്പൊ കുത്തി നടക്കണ്ടായിരുന്നു ഗൈസ്. പിന്നെ ഞാൻ ഇത്ര കോൺഫിഡൻസിന് പറയണെന്ന് നിങ്ങൾക്ക് അറിയോ? ഗൈസ് ഗോവ വെച്ചെന്തയോ ഗൈസ് അവിടെ ബിസിയാണ്. ഗൈസ് നമുക്ക് വ്യൂ പോയിന്റ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഞങ്ങൾക്കും എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. പിന്നെ ഇന്നലെ നമുക്ക് വ്ലോഗ് എടുക്കാൻ പറ്റിയില്ല, കാരണം നമ്മള് ബീച്ചിൽ ഇതിലൊക്കെയാണ് പോയത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതിന്റെ വ്ലോഗ് എടുക്കാൻ നമ്മൾ മറന്നുപോയി. തട്ടിക്കൂട്ട് വ്ളോഗ്സ് എടുത്തിട്ടുണ്ട്. തട്ടിക്കൂട്ട് വ്ളോഗ്സിന്റെ ചാനലിൽ ഉണ്ടാവും. പൊരിഞ്ഞതാണ് ഗൈസ്. നമ്മളപ്പോ നാരങ്ങളെ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇവിടുത്തെ കം ക്യാമറമാൻ വരൂ. കം